നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഒരുപാട് നാളായി മാന്യ പ്രേക്ഷകരുമായിട്ടൊരു വീഡിയോയിൽ വന്നിട്ട് നോക്കൂ, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു കാമഭ്രാന്തനാണോ അതല്ലെങ്കിൽ കാമവൈകൃതങ്ങളുടെ അടിപ്പെട്ട ഒരു രോഗിയാണോ, ഇനി ഇയാളുടെ പൊതുവെയുള്ള സ്വഭാവമാണോ എന്നുള്ളതൊക്കെ ആരും സംശയിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള അതിമാരകമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇയാളുടെ കൂട്ടുകാരനായിട്ടുള്ള ഷാഫി പറമ്പിലും വലിയ മാറ്റമൊന്നുമില്ല, ഇവന്റെ അണ്ടറിൽ തന്നെ നിൽക്കുന്ന കോഴി തന്നെയാണ് എന്നുള്ള വെളിപ്പെടുത്തലടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏകദേശം 2.5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം ഒരുപാട് നാളായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കോഴി സൂക്കടിനെ കുറിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷെ നമ്മൾ ആരും വന്നത് ചെവി കൊടുത്തില്ല, വിലവെച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ഇന്ന് നടപ്പിലായിരിക്കുന്ന യാഥാർത്ഥ്യമായിരിക്കുന്നു. അത്ര കണ്ട് വൃത്തികെട്ട കാമവൈകൃതമുള്ള ആളുകളാണ് ഇവനൊക്കെ എന്നുള്ളത് അദ്ദേഹം വിളിച്ച് പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജൻ ജോസഫ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ, ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ ഇവരെ കുറിച്ചൊക്കെ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അത് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. അത് കേട്ടിട്ട് നമുക്ക് ഓടി വരാം, ഒന്ന് കേട്ടു നോക്കാം. ഗംഭീരമാണ്, അതിൽ ഒരക്ഷരം പോലും വെറുതെ വിടാനില്ല. അത്ര കണ്ട് വലിയ വെളിപ്പെടുത്തലാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ള ഈ സുഡാപ്പി കൂട്ടങ്ങൾക്കെതിരെ, ഈ വൃത്തികെട്ട കോൺഗ്രസ് കൂട്ടങ്ങൾക്കെതിരെ വന്നിരിക്കുന്നത്. കേട്ടു നോക്കാം. ഇവൻ ന്യായീകരിക്കുക ഹൂ കെയർസ് എന്നുള്ളത്. വാട്ട് ദ ഫക്ക് ഹി ഈസ് ഡൂയിങ്, അങ്ങനെ തന്നെ ചോദിക്കുന്നത്. തന്തയ്ക്ക് പറക്കാത്ത ഏർപ്പാട് കാണിക്കരുത്. ഇവരുടെ അമ്മയും പെങ്ങളും പോലും സുരക്ഷിതരല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. രതി വൈകൃതത്തിന്റെ മാനസിക നിലയുടെ തകർച്ചയുടെ അങ്ങേ തലയ്ക്കൽ നിൽക്കുന്ന ഒരു പരമ വൃത്തികെട്ടവനാണ്. ഇവരെ പോലെയുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മലയാളിയാണെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? ചാപ്പിക്കാന്റെ വാപ്പ് വിചാരിച്ച കൂട്ടിയെ കൂടില്ല, മറ്റോനും കൂട്ടിയെ കൂടില്ല. ഞാൻ പറഞ്ഞ മറ്റേ അച്ഛൻ നേരത്തെ മരിച്ചുപോയത് നന്നായി, ഇല്ലെങ്കിൽ ഈ സമയത്ത് ഹൃദയം പൊട്ടി മരിക്കും. അവന്റെ വീട്ടില് ഇമാതിരി ലൈംഗിക വൈകൃത രോഗത്തിന് അടിമകളായിട്ടുള്ള നമുക്ക് കേൾക്കുന്നുണ്ട്. 80 വയസ്സുള്ള അമ്മയെ പീഡിപ്പിച്ചവരെ കഥ, സ്വന്തം പ്രായപൂർത്തിയാവാത്ത പെൺമക്കളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ തന്തമാര കഥ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാലത്ത് അവന്റെ അളിയനോട് പറയാനുള്ള കല്യാണം കഴിഞ്ഞെങ്കിലും പെങ്ങളെ ഈ വീട്ടിലേക്ക് വിടരുത്. ഇതൊരു സൈക്കോസിന്റെ അങ്ങേ തലക്കിൽ നിൽക്കും. ബോൺ ക്രിമിനൽ എന്നല്ലാതെ ഒരു വാക്ക് അവനെ കുറിച്ച് പറയാൻ പറ്റി. കാരണം ഞാൻ ആദ്യമേ തുടക്കമിട്ടപ്പം 2.5 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയ സാധനമാണ്. ആ സാധനത്തിനകത്ത് ആ സമയത്ത് രാഹുൽ കോംപ്രമൈസ് ചെയ്യാനൊക്കെ വന്നു. പിന്നീട് ഞാൻ സൈലന്റ് ആയിട്ടിരുന്നു. പക്ഷെ അവര് നിലമ്പൂർ ഇലക്ഷനുമായിട്ടൊക്കെ പാലക്കാട് MLA ആയതിനു ശേഷം ഇവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആണെന്നുള്ള ധാരണയിലേക്ക് മാറിയപ്പോൾ തന്നെ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ട്. നിലമ്പൂർ പോയിട്ട് കാണിച്ചിട്ടുള്ള റീൽസ് വിവാദം ഞാൻ കൊണ്ടുവന്നു. അതൊക്കെ കഴിഞ്ഞപ്പം അതിന്റെ പേരിൽ എന്നോട് ശത്രുതാപരമായ നിലപാടെടുത്തു. പിന്നെ പെട്ടി വിവാദം ഉണ്ടായി. ആ പെട്ടി വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു. ഇവർ കൃത്രിമമായി സൃഷ്ടിച്ചൊരു സാധനമാണെന്നുള്ളത് അവിടുത്തെ ഭൂമിശാസ്ത്രം, അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ അപ്പം വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പുറത്തല്ല, കാരണം ആളുകളെ കബളിപ്പിക്കുന്നു എന്നുള്ളത് എന്റെ പേരിൽ അത് പൊളിച്ചെടുക്കി റീൽസ് കുട്ടപ്പന്മാരെന്നുള്ള പേര് അവർക്ക് ഇട്ടു. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ എനിക്കിപ്പോ സംശയമുള്ളത് ഇനി ആൾക്കാർ കുട്ടികൾക്ക് പേരിടാനൊക്കെ എന്നെ സമീപിക്കുന്നുള്ളൂ, ഈ കണിയാന്മാരെടുത്ത് പോണ പോലെ. കാരണം റീൽസ് കുട്ടപ്പൻ, മാങ്ങാണ്ടി, അതേപോലെ തന്നെ ഈ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവൻ കോഴിയാണ് എന്നുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോ ഈ പേരുകൾ ഇപ്പൊ അതിന് പാറ്റന്റ് എടുക്കേണ്ടി ആയിരുന്നു. ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് ക്ലെയിം ചെയ്യായിരുന്നു, കാരണം എമൗണ്ട് ഉണ്ടാക്കിയത്. വ്യക്തിപരമായ എനിക്ക് യാതൊരു വൈരാഗ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സാമൂഹ്യ ശല്യമാണ്, ഒരു കൊടും ക്രിമിനലാണ്. ഇതിന് ശേഷം ഇവർ എനിക്കെതിരെ അവരുടെ ബിസിനസ് പങ്കാളിയെ കൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പോസ്റ്റുകൾ ഇടിയിപ്പിച്ചു. ഒരാൾ MLA ആണെന്ന് ഓർക്കണം, ഒരാൾ MP ആണെന്ന് ഓർക്കണം. നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റോ മറ്റോ യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് ആണെന്നുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണെന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അത് അവരുടെ പാർട്ടിക്കകത്തുള്ള കാര്യമാണ്. അവരുടെ പാർട്ടിക്കകത്ത് നാളെ ഗോവിന്ദചാമിയെ കൊണ്ടുവന്നിട്ട് AICC അഖിലേന്ത്യാ അധ്യക്ഷനാക്കിയാലും എനിക്ക് പരാതിയൊന്നുമില്ല. അത് ആ പാർട്ടിക്കകത്ത്, അത് ലീഗിലോ കോൺഗ്രസിലോ BJP-ലോ CPI-ലോ കേരള കോൺഗ്രസിലോ ഏതെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്നോട്ടെ. ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ പാർട്ടിയെ സ്വീകരിച്ചോട്ടെ. പക്ഷെ അതിനപ്പുറത്ത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം നല്ല നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാകുക എന്നുള്ള, അല്ലാതെ കല്യാണത്തിനും മരണ വീട്ടിലും പോവുക, അവിടെ വിളിച്ച് കാണിച്ച് റീൽസ് എടുക്കുക, ആൾക്കാരെ കൈവീശി കാണിക്കുക, ഇതൊന്നും അല്ല ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം. ആ കാര്യത്തിൽ നമ്മൾ മലയാളികളുടെ രാഷ്ട്രീയ പ്രബുദ്ധത ചോദ്യം ചെയ്യപ്പെടേണ്ടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇവർ വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്ത് കൊട്ടേഷൻ കൊടുത്തിട്ട് വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലേക്ക് പോയപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. ഞാൻ അത് വെച്ചിട്ട് ഒരിക്കൽ പോലും ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഓഫറുകളാണ് വെച്ചേ. ഞാൻ ഏറ്റവും മാന്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടാകുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ത്രെട്ട് ചെയ്യായിരുന്നു. എനിക്ക് വേണമെങ്കിൽ വേറെ പലരും കൂടെ ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സും ബ്ലാക്ക് മെയിലിംഗ് ജേർണലിസവും നടത്തുന്നവരുണ്ട്. ഇത്ര രൂപ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മെറ്റീരിയൽസ് മുഴുവൻ ഉണ്ടായിട്ട്
ഞാനത് ഷെയർ ചെയ്തില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്റെ കയ്യിലും അല്ല വെച്ചത്, അത് വേറെ ടീമിന്റെ കയ്യിലാണ് വെച്ചിരുന്നത്. ആ ടീമിന്റെ കയ്യിൽ ഞാൻ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ എപ്പോഴും ഇമോഷണൽ ആകുമ്പോൾ ഞാനെടുത്ത് പ്രയോഗിച്ചു പോകും, അതുകൊണ്ട് അവിടെ നിങ്ങളെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നാ പറഞ്ഞു. അത് മാത്രമല്ല, ഇപ്പന്മാര് വല്ല കൊട്ടേഷനും കൊടുത്തിട്ടുണ്ട്, ഞാൻ താമസിക്കുന്ന വീടിന് തീടുക എന്നെ കൊല്ലുക ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പുറത്തു വരണം എന്നുള്ളത് കൊണ്ടാണ് അത് ലോക്കറിലെ ഡോക്യുമെന്റ്സിന്റെ ഡിജിറ്റൽ രേഖകളുണ്ട്, അല്ലാതെയുള്ള പിന്നെ രേഖകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ റിപ്പോർട്ടർ ചാനലൊക്കെ വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. മഞ്ഞുമലയുടെ ഒരു പിന്നെ ഒരു 75% നമ്മളെ കയ്യിലുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഷാഫി മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നവൻ രാഹുലിനെ ന്യായീകരിച്ച ഒരു അക്ഷരം പറയാൻ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ ഡിഫാമേഷൻ കേസ് കൊടുത്തോ ക്രിമിനൽ കേസ് കൊടുത്തോ നിന്റെ ചീട്ടിയും കീറുന്ന പറഞ്ഞിട്ടുള്ളത്. അത് രാഹുൽ ഷാഫിക്കുള്ള വാണിംഗ് തന്നെയാണ്. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ട വലിയൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. കാരണം ഷാഫി പറമ്പിൽ മൗനം പാലിക്കുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കൃത്യമായിട്ട് രാജൻ ജോസഫ് സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, രാജൻ ജോസഫ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ. അദ്ദേഹം കൃത്യമായിട്ടും വസ്തുതകൾ തെളിവ് സഹിതം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം ഷാഫി പറമ്പിലിന് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി അനങ്ങിയാൽ അടുത്തത് നീയാണ്, നിന്റെതും ഇതുപോലെ പുറത്തു വിടുമെന്ന് പച്ചയ്ക്ക് പറയുകയാണ് ഈ മനുഷ്യൻ. തെളിവ് സഹിതം ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിനെതിരെ ഈ ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടമോ നിയമപരമായിട്ട് ഇതുപോലെ ചെറിയൊരു പെറ്റി കേസ് പോലും കൊടുത്തിട്ടില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ രാജൻ ജോസഫ് പറയുന്നത് എത്രത്തോളം യാഥാർത്ഥ്യങ്ങളാണ് എന്ന വലിയ ഒരു വെളിപ്പെടുത്തൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി ഒരു കുറച്ചുകൂടി ഉണ്ട്, കേൾക്കേണ്ടത് തന്നെയാണ്. ഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലാണ്, കേൾക്കാം. ഫൈനൽ വാർണിംഗ് എന്നാ പറഞ്ഞിട്ടുള്ളത്. മൈൻഡ് ഇട്ടുന്നുണ്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കോഴി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കോഴി അപമാനിക്കലാണെന്നേ. കോഴിക്ക് പിന്നെ മിണ്ടാപ്രാണി അതിനെ അപമാനിക്കുക. കാരണം ഇവനൊരു ഭൂലോക ക്രിമിനലാണ്. 2, ഷാഫി ഇവന്റെ കെണിയിൽ പെട്ടുപോയി. ഷാഫി ഇവനെ വിശ്വസിച്ച് ഇവനെ കൊണ്ടുവന്ന് അപ്പൊ കൂട്ടുകച്ചവടം നടത്താന്ന് കരുതി ഇവന് മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തു. ഒരുമിച്ചൊരു കാറിലിരിക്കുമ്പോഴാണ് അന്ന് ഷാഫിന്റെ അടുത്ത് ഇവൻ പറഞ്ഞു, ഷാഫിക്ക് അതൊക്കെ സാധ്യമാകുമെന്ന് ചോദിച്ചപ്പം പിന്നെ കൂടെ ഇരുന്ന ആളിനോട് പറഞ്ഞതാ, കൂടെ ഇരുന്ന ആള്. കാരണം ഇവര് പലരും കൂടെ ഇരുത്തി കാറിൽ പോകുന്നതുകൊണ്ട് ആരാണെന്നുള്ള അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത്രത്തോളം സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. കാരണം എനിക്ക് ദൂരം തരുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും ചതിക്കാറില്ല. കൂടെ ഇരുന്ന ആളെന്നോട് പറഞ്ഞത്. അതിനു മുമ്പ് ഇവര് ജോമോൻ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ട് എന്നെ വിളിപ്പിച്ചിട്ട് പിന്നെ ഈ അവിടെ പോയിട്ട് തോന്നിയാസം കാണിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോ അപ്പോൾ ഞാൻ പിന്നെ ക്യാരക്ടർ പിന്നെ അവരെ ഒരു സ്വഭാവ ഹത്യയിലേക്ക് പോയില്ല. റീൽസ് കൂട്ടപ്പന്മാരെന്നുള്ള പേരിട്ടും അവർ കാണിക്കുന്ന വൃത്തികളാണ്. ബാക്കിയുള്ളൊരു വീട് കയറി പണിയെടുക്കുകയാണ്. യൂത്ത് ലീഗുകാർ ആണ് എനിക്ക് വിവരം തരുന്നത്. കാരണം അവരൊക്കെ കയ്യിലെ പൈസയ്ക്ക് എണ്ണ അടിച്ചിട്ട് അവിടെ റൂം കിട്ടാനില്ലാത്തതുകൊണ്ട് തിരൂരിൽ നിന്നും പെരുന്തമണ്ണയിൽ നിന്നൊക്കെ പോവുക. ദിവസം 1500 രൂപയുടെ വണ്ടിക്ക് എണ്ണ അടിച്ചിട്ട് പോയിട്ട് വീട് കയറുക. അപ്പൊ ഇവരവിടെ മറ്റേ വില കൂടിയ കാറിൽ വന്നിറങ്ങണു. ഇവരാരാ മമ്മൂട്ടി മോഹൻലാലോ? ഇവര് സിനിമയിൽ അഭിനയിക്കുകയാണോ? അതാണ് രാഷ്ട്രീയം നേരിട്ടിരുന്നത്. അപ്പൊ ഇത് രാഷ്ട്രീയത്തിലെ പുഴുക്കുത്തുകളാണ്. പിന്നെ ഇവൻ ചെയ്ത ഒരു മുൻകൂർ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഒരിക്കൽ ഷാഫി ഇവരും തമ്മിൽ ടേംസ് തെറ്റിയാലും ഷാഫിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ മുഴുവൻ മെറ്റീരിയൽസ് മുഴുവൻ രാഹുൽ ഉണ്ടാക്കി വെച്ചു. ഷാഫിന്റെ അടുത്ത് രാഹുലിനെതിരായിട്ടുള്ള മെറ്റീരിയൽസ് അങ്ങനെ വെക്കാനും പറ്റില്ല. ഒരുപാട് പെൺകുട്ടികൾ, കൂടെ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ, ഇപ്പൊ യൂത്ത് കോൺഗ്രസിലുള്ളവര് ഷാഫി പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഷാഫിന്റെ അടുത്ത് പരാതി പറഞ്ഞിട്ട് ഷാഫി അങ്ങനെ ഉള്ള അതൊരു ഇവനിലുള്ള അവന്റെ പിന്നെ എന്താ പറയാ പോസിറ്റീവായിട്ടാണ് കണ്ടേ. ഏത് ഇപ്പം ആള് കൊള്ളാലോ ഇങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് ഇടയ്ക്ക് കൂട്ടിത്തരികയും പിന്നെ എന്റെ ആവശ്യം നടത്തി തരികയും ചെയ്യുമല്ലോ. ഈ രീതിയിലേക്ക് പോയല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യും, എടുത്ത് പുറത്തേക്കിട്ടില്ലേ. അവരെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ളത് JS അഖിലിനെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞു എന്നുള്ളത് സീനിയർ കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞ തലസ്ഥാനത്തുള്ള പയ്യനാ. അടിത്തട്ടോട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാ, സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നതാ, പരോപകാരിയാ. എന്റെ ഇപ്പൊ നല്ല ചെക്കനാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അത് മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരു മാന്യനായ ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെയൊക്കെ മൂലക്കിരുത്തിയിട്ട് ഇവർ ഈ അഭ്യാസം കാണിച്ചത്. അത് എന്നോട് മുതിർന്ന ഉമ്മൻചാണ്ടിയുടെ അടുത്ത സുഹൃത്തുക്കൾ പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. അയാൾക്ക് MLA ആവാൻ MP ആവാനെന്ന് ആഗ്രഹമില്ല. എന്നിട്ട് ഇവർ തോന്നിയാസം കാണിക്കുക. ഇതെല്ലാം മാധ്യമ പ്രവർത്തകരുടെ കേസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ വിട്ടിട്ടുള്ള ശബ്ദരേഖ അത് പിന്നെ ഒരു BJP ചാനലിനകത്ത് ഉള്ളതാ. ഏഷ്യാനെറ്റിൽ വേറെ കൊച്ച്, ഒരു പാവം കൊച്ച്, ജേർണലിസ്റ്റ് ഒരു പാഷനായിട്ട് സ്വീകരിച്ചൊരു കൊച്ച്. ആ കുട്ടിയുടെ അടുത്ത് പിന്നെ ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവന്റെ ഈ കേസെല്ലാം കൂടി ഇവനിപ്പം എന്താ ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. പ്രതാപന്റെ മോളുടെ കേസ് ഞാൻ ഒരു മാസം 3 ആഴ്ച മുമ്പ് ആഗസ്റ്റ് 3-ാം തീയതി, ഇന്ന് ആഗസ്റ്റ് 24-ഓ 25-ഓ ആയി, 3 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞു മോളുടെ കാര്യം അത് അവസാനം കെട്ടാന്നുള്ള സെറ്റിൽ ചെയ്തു എന്നുള്ളത്. പിന്നെ അയാൾ ആത്മഹത്യാ ഭീഷണി മുടക്കി. പിന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാരെ മുമ്പിൽ വെച്ചിട്ട് പാലിൽ കെട്ടിത്തൂക്കി ചാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത് തീരുമാനിച്ചത്. ഞാൻ പറയണത് പ്രതാപനോട് പോലും പറയണത്
പിന്നെ പ്രധാനമൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അടിത്തട്ടിന്ന് വന്ന ഇവന് ഈ ജാതി ഡിസ്ക്രിമിനേഷനും ഉണ്ട്. ഇവൻ പിന്നെ ഇമാതിരി ചെറ്റയുടെ കൂടെ കെട്ടിച്ചു കൊടുക്കരുത്. ഇവിടെ പന്തളം NS കോളേജിൽ 4 അധ്യാപകരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി വേറൊരാളുമായിട്ട് പിന്നീട് ലോകം പഠിക്കുമ്പോൾ അവളെ മനസ്സുകൊണ്ട് സ്വീകരിച്ച ആളുകളുണ്ട്. സുനിത എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലുള്ള പിന്നെ പ്രത്യേകിച്ച് സ്ത്രീപീഡനത്തിനെതിരായിട്ടുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റ്, അവർക്ക് അവാർഡുകളും മരുന്നും കിട്ടിയിട്ടുണ്ട്. 10-16 വയസ്സിൽ കൂട്ടബലാത്സംഗത്തിനിരയായതാ, അന്തസ്സായിട്ട് കെട്ടി. ഞാനാണെങ്കിൽ പോലും അങ്ങനെ ഞാൻ ഒരു ഘട്ടത്തിൽ ഞാൻ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പിന്നീട് ഡിവോഴ്സായി. അതിന് മുമ്പ് ഞാൻ ഈ സൂര്യനെല്ലി പെൺകുട്ടിയുടെ കഥ കേട്ടപ്പോ പഠിക്കുന്ന കാല ആ കുട്ടി വിവാഹം കഴിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ 10-40 പേര് പിന്നെ ഉപയോഗിച്ചപ്പോഴും ആ കുട്ടി നിരപരാധിയാണല്ലോ. ഞാൻ ഇരുന്ന് പ്രതാപന്റെ മുളകം മിടുക്കിയായിട്ടുള്ള ടാലന്റ് ആയിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഇവരെ പരസ്യമായിട്ട് പുറത്തു കയറുന്ന ആ കുട്ടിയൊക്കെ അന്തസ്സായിട്ട് ആൾക്കാർ കല്യാണം കഴിച്ചോണ്ട് പോകും. ഇവൻ കാരണം ജീവിതം തകരുന്ന ഒരവസ്ഥയ്ക്കൊന്നും പോകാൻ പാടില്ല എന്നുള്ളതാ. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇവന്റെ വേട്ട ഇവിടെ നടക്കില്ല. ഇവന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്താ? മണ്ഡലം നോക്കാൻ നേരമുണ്ടോ? സെക്രട്ടറി പിന്നെ നിയമസഭയില് കാര്യങ്ങൾക്കകത്ത് ഈ വെല്ലുവിളി, അതായത് ചാനൽ ചർച്ചയിലെ ഡിബേറ്റിന്റെ അതേ സ്റ്റൈലിൽ പോയിട്ട് ഭാഷ മനോഹരമായിട്ട് കൈകാര്യം. ഞാൻ പറഞ്ഞ ഇവന് ഈ വൊക്കാബുലറി മാത്രമേ ഉള്ളൂ. ഈ ഭാഷാ സ്വാധീനം ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ട് പറയില്ല. അവിടെ ചാനൽ ചർച്ചയല്ല, അന്തി ചർച്ചയല്ല. നിയമസഭയിൽ ചെയ്യേണ്ടത് നിയമസഭയ്ക്കകത്ത് സബ്മിഷൻ ഉന്നയിക്കുക, ബില്ലിന്മേലുള്ള ചർച്ച ഉണ്ടാകുക എന്ന് പറയുമ്പം വെൽ സ്റ്റഡീഡ് ആയിട്ട് പോയിട്ട് ചെയ്യണം. TM ജേക്കബ് മികച്ച പാർലമെന്റേറിയൻ ആയിരുന്നു. T സുധാസവനോൻ CPM-ന്റെ, KM മാണി, അതേപോലെയുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പിന്നെ ഇപ്പൊ PC വിശ്വനാഥ് ഒക്കെ കാര്യങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ശേഷിയുള്ള ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. അതേസമയം അവിടെ അത് ചെയ്യണ്ട. ഇവനതിന് നേരില്ലാന്നേ. രാത്രി മുഴുവൻ ഈ കോഴിത്തരല്ലേ. മോളൂസേ സുഖമാണോ? നമുക്ക് പിന്നെ ഡൽഹിയിൽ പോയി റൂം എടുക്കല്ലേ. ഇനി ഇവന് ഡൽഹിയിൽ നല്ല ഇവൻ നാഷണൽ മീഡിയയിൽ വരെ ഇവന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇന്ത്യയിൽ ഇവിടെ റൂം എടുക്കാൻ പറ്റില്ല. ഇവന് വല്ല ചൈനയിൽ മറ്റിടത്തും പോണ്ടി വരും. ഞാൻ നേരത്തെയും പറഞ്ഞത് സൈലൻസ്, ഞാൻ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ പുറത്തു വന്ന സാധനങ്ങൾക്കകത്തും എനിക്ക് വലിയ റോളില്ല. പിന്നെ ഈ ട്രാൻസ്ജെൻഡർ കേസ്, അത് ഞാൻ 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറിന്റെ കേസ് ഉണ്ട് എന്നുള്ളത്. അതിപ്പോ വന്ന ഈ അവന്തിക എന്ന് പറയുന്ന അവര് BJP-കാരുടെ അല്ല എന്റെ അടുത്തുള്ള കേസ്. അതിനേക്കാൾ സ്ട്രോങ് കേസാ. കണ്ടാൽ ഒരു ഒറിജിനൽ ഒരു ജന്മനാ ഒരു സ്ത്രീ ആയിട്ടുള്ള ആളെ വെല്ലുന്ന രീതിയിൽ സൗന്ദര്യമുള്ള ഇരുനിറമുള്ള കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ്. പറയാൻ തയ്യാറാണ്. മറ്റൊരു ചീട്ട് കയറാനുള്ള സാധനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞില്ലെങ്കിൽ ഡിഫാമേഷൻ കൊടുക്കട്ടെ തന്നെ വെല്ലുവിളിക്കുക എപ്പോഴും ഞാൻ. നല്ല പന്റെ അടുത്തില്ല. കാരണം ഡിഫാമേഷൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഇഷ്ടം പോലെ കട്ടുപിടിച്ച പൈസ ഉണ്ടല്ലോ. ഡിഫാമേഷൻ കേസ് കൊടുക്കട്ടെ, ക്രിമിനൽ കേസ് കൊടുക്കട്ടെ. പിന്നെ അവന്മാരെ ഞെട്ടിക്കല. എന്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. ലൊക്കേഷൻ ഞാൻ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ ഇടാൻ പോവാ. ഓനൊന്നല്ല, അവർ ചാപ്പിക്കാതെ വാപ്പ് വിചാരിച്ച കൂട്ടിയാൽ കൂടില്ല, മറ്റോനും കൂട്ടിയാൽ കൂടില്ല. ഞാൻ പറഞ്ഞ മറ്റൊന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയത് നന്നായി. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഹൃദയം പൊട്ടി മരിക്കും. അവന്റെ വീട്ടില് ഇമാതിരി ലൈംഗിക വൈകൃത രോഗത്തിന് അടിമകളായിട്ടുള്ള നമ്മൾ കേൾക്കുന്നുണ്ട്. 80 വയസ്സുള്ള അമ്മയെ പീഡിപ്പിച്ചവരെ കഥ, സ്വന്തം പിന്നെ പ്രായപൂർത്തിയാവാത്ത പെൺമക്കളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ തന്തമാരെ കഥ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാലത്ത് അവന്റെ അളിയനോട് പറയാനുള്ള കല്യാണം കഴിഞ്ഞെങ്കിലും നിങ്ങളെ ഈ വീട്ടിലേക്ക് വിടരുത്. ഇതൊരു സൈക്കോസിന്റെ അങ്ങേ തലക്കിൽ നിൽക്കും. ഓൺ ക്രിമിനൽ എന്നല്ലാതെ ഒരു വാക്ക് അവനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഇവനെ പോലെയുള്ളവരൊന്നും കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ പാടില്ല. മനുഷ്യനാണ്, അബദ്ധം പറ്റും, എനിക്ക് പറ്റും, നിനക്ക് പറ്റും, തെറ്റുകൾ പറ്റും. ചിലപ്പോൾ നമ്മൾ നുണ പറയേണ്ടി വരും. പിന്നെ ഇപ്പൊ എന്നോട് എന്റെ അനിയത്തിമാർക്കൊക്കെ സീറ്റ് അടിക്കണമൊക്കെ മദ്യപിച്ചിരുന്ന സമയത്ത് അതിനെതിരാ മണക്കുന്നുണ്ടല്ലോ, മദ്യപിച്ചിട്ടുണ്ടല്ലോ. ഇല്ലടി അത് ഞാൻ പിന്നെ വൈൻ അടിച്ചതാ എന്ന് പറഞ്ഞിട്ട് നുണ പറയും. അല്ലെങ്കിൽ ഞാൻ റെഡ് ബുൾ അടിച്ചതാ എന്ന് പറഞ്ഞിട്ട് നുണ പറയും. സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പിന്നെ വായ കഴുകിയിട്ട് പിന്നെ എന്റെ സുഹൃത്തുക്കളുടെ ഒക്കെ വീടുകളിൽ പോവുകയാണെങ്കിൽ അവരമ്മമാർക്ക് സിഗരറ്റ് വലിച്ചത് അറിയുന്ന പോലും നമുക്കൊരു വിഷമാണല്ലോ. അവര് നമ്മളെ മക്കളെ പോലെ കാണുന്നതല്ലേ. തുളസിയില വായിലിട്ടിട്ട് ചവച്ചിട്ടാ പോവുക. അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ നുണ പറയും. ഒരു ദിവസം ഓഫീസിൽ പോകാൻ നമുക്ക് മൂടില്ലാത്ത സമയത്ത് ഗൾഫിലാവുമ്പോൾ പിന്നെ പറയും ഐ എം നോട്ട് ഫീലിംഗ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വിട്ടിട്ട് നുണ പറയും. ജീവിതത്തിൽ അങ്ങനെ നുണ പറയാതെ ജീവിക്കുന്ന ഒരാളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ഇത് നുണ മാത്രമേ പറയുള്ളൂ എന്നുള്ളതും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ മാത്രമേ പങ്കെടുക്കുള്ളൂ എന്നുള്ളതും പിന്നെ വെച്ചിട്ട് ഇവനോട് ഞാൻ പറഞ്ഞില്ല, ഇവന് ജീവിക്കാനുള്ള മാർഗങ്ങളുണ്ട്. വയാഗ്രയുടെ ബ്രാൻഡ് അംബാസഡർ ആക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവന് പിന്നൊരു കാര്യമുണ്ട്. ഇത്തരം മരുന്നുകൾ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, ഓവർഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ അസുഖം കൂടും. പിന്നെ ഇവൻ പക്ഷെ ഇവൻ MLA സ്ഥാനം രാജിവെച്ചാൽ അത് CPM-നും BJP-ക്കും വലിയ ദോഷമാവും. കോൺഗ്രസിനും മൈലേജ് തിരിച്ചു കിട്ടും. ഇവൻ നിലനിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് വാരിഷ്ഠ ഇന്ത്യ എന്നത് പൂർണ്ണമാകും. അവൻക്കൊന്നും പഞ്ചായത്ത് മെമ്പർ ആവാൻ പോലും യോഗ്യനല്ല. അവന്റെ ഓഫീസിൽ സ്ത്രീ കയറി പോകാൻ പറ്റുമോ?
ഇവന്റെ വീട്ടിലിപ്പോ പിന്നെ വേലക്കാരായിട്ട് ഉണ്ടായിരുന്ന സ്ത്രീകൾ വരെ അവിടുന്ന് വിട്ടുന്ന ഏറ്റവും പൊതുവായിട്ട് എനിക്ക് കിട്ടിയ വിവരം സത്യമാണെന്നുള്ളത് കൺഫേം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇതുവരെ പോക്സോ ഒന്നും വന്നിട്ടില്ല, ഇതുവരെ എന്റെ ശ്രദ്ധയിൽ എത്തിയിട്ടില്ല, അങ്ങനത്തെ ഒരു കേസ് വന്നിട്ടില്ല. അതുണ്ടാവാൻ സാധ്യതയുണ്ടെന്നെങ്കിൽ രതി വൈകൃതമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മാനസിക രോഗമാണെങ്കിൽ മനസ്സിലാക്കാം. നമ്മുടെ നടൻ TG രവിയുടെ മകന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ട്രീറ്റ്മെന്റിലേക്ക് പോയി. നമ്മുടെ പിന്നെ മറ്റേ ചലച്ചിത്രകാരൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു ചെറിയ അഡിക്ഷൻ ഉണ്ടായിരുന്നു, നാർക്കോട്ടിക് അഡിക്ഷൻ. അവൻ ട്രീറ്റ്മെന്റിന് പോയി, അവൻ തന്നെ റെക്ടിഫൈ ചെയ്തു. അവൻ ബിൻസിയും കൂടി അടുത്തടുത്തിരുന്നിട്ട് അവൻ പരസ്യമായിട്ട് അപ്പോളജി എക്സ്പ്രസ് ചെയ്യുകയും ബിൻസി അത് സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. സമീപകാലത്ത് നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള. ഇവൻ ന്യായീകരിക്കുക, ഹൂ കെയർസ് എന്നുള്ളത്. വാട്ട് ദ ഫക്ക് ഹി ഈസ് ഡൂയിങ്? അങ്ങനെ തന്നെ ചോദിക്കുന്നത്. തന്തയ്ക്ക് പറക്കാത്ത ഏർപ്പാട് കാണിക്കരുത്. ഇവരുടെ അമ്മയും പെങ്ങളും പോലും സുരക്ഷിതരല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. രതി വൈകൃതത്തിന്റെ മാനസിക നിലയിലെ തകർച്ചയുടെ അങ്ങേ തലക്കിൽ നിൽക്കുന്ന ഒരു പരമ വൃത്തികെട്ടവനാണ്. ഇവരെ പോലെയുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മലയാളിയാണെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? കേരളത്തിന്റെ നിയമസഭയിൽ ആരൊക്കെ ഇരുന്നതാ? EMS ഉം അച്യുത മേനോനും CH മുഹമ്മദ് കോയയും ഒക്കെ ഇരുന്നതാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, CH മുഹമ്മദ് കോയയ്ക്ക് ശേഷം കേരളത്തിൽ മുസ്ലിം മുഖ്യമന്ത്രിയായിട്ട് വരാൻ സാധ്യത ഉണ്ടായിരുന്നവരാണ് ഇവരെ കൊണ്ടു നടക്കുന്ന മറ്റോ ഷാഫി. അതേപോലെ AK ആന്റണി 37-ാം വയസ്സിൽ മുഖ്യമന്ത്രിയായ ശേഷം ഒരു 2026-ലും 31-ലും നടന്നില്ലെങ്കിലും 6 വരെ കോൺഗ്രസ് ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആയുസുണ്ടെങ്കിൽ, കോൺഗ്രസ് ഇങ്ങനെ തമ്മിൽ തല്ലി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ 2036-ല് 53-ാമത്തെ വയസ്സിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ മുഖ്യമന്ത്രി ആവാൻ പറ്റുന്ന ഒരാളായിരുന്നു. എന്നിട്ടാണ് പിന്നെ ഇവർ ഈ തോന്നിയാസം കാണിക്കുന്നത്. ഇവരൊക്കെ ഈ പദവിയിൽ ഇരുന്നിട്ട് എത്ര പേരെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. രാഹുൽ വാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത്, രാഹുൽ വാങ്കൂട്ടത്തിന്റെ ഭാവി എന്താവും എന്നുള്ളതാണ്. അന്തസ്സുള്ള നിലപാടുള്ള ഏതെങ്കിലും പിന്നെ പെൺകുട്ടികൾ ഇവരെ പ്രേമിച്ച് കെട്ടാൻ പോവില്ല. പിന്നെ ഒരു അറേഞ്ച്ഡ് മാരേജിലേക്ക് ആരെങ്കിലും നമുക്ക് പങ്കുണ്ടെങ്കിൽ കെട്ടിച്ചെടുക്കും, അറേഞ്ച്ഡ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ. ഏതെങ്കിലും പെൺകുട്ടികൾ പോവോ? പിന്നത് അത്രയും ഗതികെട്ട് ദാരിദ്ര്യം പിടിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ പോവുമായിരിക്കും. ഇവന്റെ അതേ സമാന സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോവുമായിരിക്കും. അങ്ങനെ അല്ലാത്തവര് പോവില്ല. അങ്ങനെ അല്ലാത്തവർ എന്തിനാ പോണേ? പ്രണയം വേണ്ടേ? ഇവൻ ഇത് മാത്രമേ ഉള്ളൂ. ഇവൻ ലിംഗം കൊണ്ട് ചിന്തിക്കുകയും ലിംഗം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ടവനാണ്. എനിക്കത് കൂടുതൽ പറയാൻ താല്പര്യമില്ല അർജുൻ. കാരണം ഹി ഷുഡ് നോട്ട് ബി ഇൻ ദ പൊളിറ്റിക്സ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ശുദ്ധീകരണത്തിന്റെ തുടക്കമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. രമേശ് ചെന്നിത്തലയെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇതിലെടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായ നിലപാട്, ആ ശക്തമായ നിലപാട് രമേശ് ചെന്നിത്തല ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ബോൾഡ് ആയിട്ട് എടുത്തിട്ടുള്ള ഡിസിഷനും സമ്മർദ്ദവുമാണ് ഇതിന്റെ പരിപൂർണമായിട്ടുള്ള. അതേപോലെ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ഇവനെ പുറത്തോട്ട് എടുത്തോണ്ടിട്ട് മറ്റവരെ മര്യാദയ്ക്ക് നിർത്തുക. അവനെയൊക്കെ ഈ പിഞ്ചു പ്രായത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയപ്പോ അഹങ്കാരം കൂടി ഇരിക്കുക. അവൻ ആരാന്ന് എഴുതിയത്? വർത്താനം പറയാൻ അറിയാം. പിന്നെ ഇവന്മാരെ രണ്ടുപേരെ ഫോണില് വിളിച്ചാൽ ആർക്കും പിന്നെ അത്യാവശ്യം ആൾക്കാർ വിളിച്ചു നോക്ക്. ഞാൻ നമ്പർ എടുത്തരാം, ഒന്ന് പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ ഇടാൻ പോവാ. രണ്ടുപേരെ നമ്പർ ആൾക്കാർ വിളിച്ചു നോക്ക്, എത്ര ഫോൺ എടുക്കും? പക്ഷെ രാത്രി ഇരുന്ന് പിന്നെ വെറും ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ട് അവരെ നമ്പർ അവിടെ തപ്പിയെടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ഇവര് നേരം ഉണ്ടല്ലോ. അപ്പൊ ഇവരെ എന്ത് ജനപ്രതിനിധിയാ? അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവരെ പോലെയുള്ളവരെ, നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ, ഞാൻ ബേസിക്കലി മാധ്യമ പ്രവർത്തകനൊന്നും അറിയാലോ, എനിക്ക് അതിന് മാത്രമുള്ള വലിയ വിവരമൊന്നുമില്ല. സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നേ ഉള്ളൂ. എന്റെ ആ ധാർമ്മികത എന്റെ പിന്നെ കൺമുമ്പിൽ കാണുന്ന കാഴ്ചകൾ അനീതികൾക്കെതിരെ പോരടിക്കുമ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസ് സൂക്ഷിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ ലീഗലായിട്ട് അവർ നീങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കോൺസിക്വൻസും ഫേസ് ചെയ്യാനും എനിക്കെതിരെ പരാതി കൊടുക്കുന്നവർ പ്രതിസ്ഥാനത്ത് എത്തിക്കാനും പറ്റുന്ന സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത്. അതിന് പറ്റുന്ന നല്ലൊരു ടീം ഉപാധികളില്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന, നിയമപരമായും ബാക്കിയുള്ള കാര്യങ്ങളിലും. അതിന് ഞാൻ ഈ ഒരു ഫൈറ്റില് എനിക്ക് പിന്നെ ഒരു ക്രൗഡ് ഫണ്ടിങ് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇട്ടാൽ എന്തായാലും അർജുൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നീ ഉൾപ്പെടെയുള്ളവര്, ഇവിടെ ബാക്കിയുള്ള ഉൾപ്പെടെയുള്ളവര്, നമ്മളെ മാധ്യമ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാര്, ബാക്കിയുള്ള പൊതുസമൂഹം, പള്ളി നോക്കൂ, ഇതിൽ പരം അധികം ഒന്നും പറയേണ്ടതില്ലല്ലോ എന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ കേരളം, പ്രബുദ്ധ കേരളം എന്നാണല്ലോ ഈ കേരളം അറിയപ്പെടുന്നത്. ഇവിടുത്തെ മണ്ടൻ മലയോളികൾ സ്വയം വിട്ടണിഞ്ഞ് നടക്കുന്ന പേരാണ് പ്രബുദ്ധൻ എന്നുള്ളത്. അതായത് എത്ര കണ്ടാലും കൊണ്ടാലും അതിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ കൃത്യമായിട്ട് രാഷ്ട്രീയ ഹിജടകൾ, അതല്ലെങ്കിൽ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരുടെ, ജാതിയും മതവും തിരികെ നടക്കുന്ന, വർഗീയത പേറി നടക്കുന്ന ജിഹാദി രാജ്യദ്രോഹികളുടെ അമേദ്യം തീനികളായിട്ടുള്ള ഈ മണ്ടൻ മലയോളി ഇനിയും കണ്ണു തുറക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നമുക്കറിയാം, ബലാത്സംഗ വീരനായിട്ടുള്ള ഇതിനേക്കാൾ വലിയ വൈകൃതങ്ങൾ, ലൈംഗിക വൈകൃതങ്ങൾ പേറുന്ന വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന ആ ഒരു വൈകൃതങ്ങളുടെ ആ ഒരു വൃത്തികെട്ട ഒരു രൂപം,
ആ വൃത്തികെട്ട ജന്തു എന്ന് പോലും പറയാൻ പറ്റില്ല, രതിവൈകൃതങ്ങളുടെ, ജന്തുക്കൾക്ക് ഇതിനേക്കാൾ മാലിന്യതയുണ്ട്, അതുകൊണ്ടാണ് അവനെ ജന്തു എന്ന് പോലും വിളിക്കാൻ പറ്റാത്തത്. അത്ര കണ്ട് കാമഭ്രാന്തനായി നടക്കുന്ന ഈ വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺദാസ് മുരളിക്ക് വേണ്ടി പോലും ഇന്നും തൊണ്ട പൊട്ടുന്ന രീതിയിൽ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുന്നവനാണ് പ്രബുദ്ധ മണ്ടൻ മലയോളി. അത്തരത്തിലുള്ള മണ്ടൻ മലയോളി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴി, പടുകോഴി, കാട്ടുകോഴി, ആ കാട്ടുകോഴി എന്ന് വിളിച്ച കോഴികളൊക്കെ നമ്മൾക്കെതിരെ ചിലപ്പോൾ കേസ് കൊടുത്തെന്ന് വരും. അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ല. കാമവൈകൃതം പേറി നടക്കുന്ന ഒരു നികൃഷ്ട ജീവി. ഈ ജന്തു ഒക്കെ രാത്രിയായി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറുകൾ നോക്കിക്കൊണ്ട് സ്ത്രീകളുടെ നമ്പർ ഫേസ്ബുക്കിലൂടെ നിന്നും അതല്ലെങ്കിൽ മറ്റെങ്ങനെയും കളക്ട് ചെയ്തുകൊണ്ട് വിളിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി ഇവന്റെയൊക്കെ വൈകൃതങ്ങൾ. ഇവനെയൊക്കെ MLA ആക്കിയുള്ള പാലക്കാടുകാരുടെ പ്രബുദ്ധത ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾക്കറിയാം മെട്രോമാൻ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, ആ മനുഷ്യനെ തഴഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ ഒരു സുഡാപ്പിയെ പാലക്കാടുകാർ MLA ആക്കിയത്. അതുകൊണ്ട് പഠിച്ചോ? ഇല്ല. ഇവിടെ MP സ്ഥാനം ഒന്നുകൂടെ മേലേക്കുള്ള സ്ഥാനം കിട്ടിയപ്പോൾ കോഴിക്കോട്ടിലേക്ക് ഈ പാലക്കാട്ടുകാർ നൽകിയ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് രായ്ക്കുരാമാനം അങ്ങോട്ട് പാഞ്ഞ ഈ ഷാഫി പറമ്പിലിന് ബദലായി വന്നുകൊണ്ട് ഈ ചങ്ങാതി വന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കാട്ടുകോഴി, അതല്ലെങ്കിൽ രതി വൈകൃതങ്ങളുടെ വൃത്തികെട്ട രൂപം. എന്നിട്ടോ അവനെ അങ്ങോട്ട് ജയിപ്പിച്ചു കൊടുത്തു. പാലക്കാട്ടുകാരെ, നിങ്ങളുടെ പ്രബുദ്ധത, നിങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മണ്ടൻ മലയോളി, പ്രബുദ്ധൻ എന്ന് പറഞ്ഞ് നടക്കുന്ന അടിമ മണ്ടൻ മലയോളി, തീവ്രവാദികൾക്കും രാജ്യദ്രോഹികൾക്കും ചൂട്ടുകത്തിച്ചു കൊടുക്കുന്ന, അതല്ലെങ്കിൽ അന്നമൂട്ടി കൊടുക്കുന്ന വൃത്തികെട്ട ഒരു പ്രബുദ്ധതയും ഇല്ലാത്ത അടിമ മലയോളി ഇതൊന്നും അംഗീകരിക്കില്ല. എത്ര കണ്ട് സ്ത്രീകൾ തൊണ്ട പൊട്ടുന്ന ഉച്ചത്തിൽ ഇത്ര കണ്ട് തെളിവ് സഹിതം പുറത്തു വിട്ടു കഴിഞ്ഞാലും ഇല്ല, ഞങ്ങൾക്ക് വലുത് രാഷ്ട്രീയമാണ്, ഞങ്ങൾക്ക് വലുത് ജാതി മത ഭേദമാണ്, ഞങ്ങൾക്ക് വലുത് രാജ്യദ്രോഹികളെ സപ്പോർട്ട് ചെയ്യലാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ അൽക്കോരളം, അതല്ലെങ്കിൽ കോരന്റെ മോൻ ഭരിക്കുന്ന ഈ അൽക്കോരളത്തിൽ ഇതല്ല, ഇതിനപ്പുറം ഇനി നടന്നു കഴിഞ്ഞാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലോകത്താകമാനം മലയാളി എന്ന് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ കാർക്കിച്ച് തുപ്പുന്ന രീതിയിലേക്ക് മാറിയാലും ഇവിടത്തെ ഈ പറയുന്ന ഈ വൃത്തികെട്ട പ്രബുദ്ധർക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.